അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിച്ചൺ പലാസോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഈദ് സ്പെഷ്യൽ പുളി ഇഞ്ചി അഥവാ ശർക്കര പുളിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാധാരണ ഓണത്തിനല്ലേ പുളി ഇഞ്ചി സ്പെഷ്യൽ, പിന്നെന്താ ഇവിടെ ഈദ് സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത്. ശരിയാണ്, സാധാരണ നമ്മൾ ഓണത്തിനാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. എങ്കിലും ഞങ്ങളുടെ മലബാർ ഭാഗത്ത് ചില ഏരിയകളിൽ ബിരിയാണിയിലേക്കാണ് പുളിയിഞ്ചി സ്പെഷ്യലായിട്ടുള്ളത്. തൈര് ചമ്മന്തിയൊക്കെ പോലെ തന്നെ ഞങ്ങൾക്ക് ബിരിയാണിയിലേക്ക് പ്രാധാന്യമുള്ള ഒന്നാണ് പുളിയിഞ്ചി. പക്ഷേ സദ്യയിലെ പുളിയിഞ്ചി പോലെയല്ല കേട്ടോ ഞങ്ങളുടെ പുളിയിഞ്ചി, കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണാമല്ലേ. നമ്മളിവിടെ 2 ഉണ്ട പുളി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു നാരങ്ങ വലിപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഓറഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ 2 ബോൾ പുളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ്. നോർമൽ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ പുളി കുതിർത്ത് വെക്കുന്നത്, കാരണം ഈ പുളി നല്ല സോഫ്റ്റാണ്. ഇനി പുളി ഹാർഡാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇത് നമ്മൾ പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ്. നമ്മൾ ആദ്യം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി പിഴിഞ്ഞെടുത്തു. അങ്ങനെ മാക്സിമം അതിൽ നിന്ന് കിട്ടാവുന്ന അത്രയും നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതി ഇത് ലൂസൊന്നും അല്ല കേട്ടോ, അത് കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. ആ കണ്ടോ, നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രമേ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി അഥവാ വെള്ളം ഏറിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം കൂടി കൂടുതൽ തിളക്കണം എന്നേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ആദ്യം തന്നെ ഇതിലേക്ക് വറവ് ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പുളിയിഞ്ചിയിലേക്ക് ഒരുപാട് ഇഞ്ചിയൊക്കെ ഇടും, പക്ഷേ ഇതിൽ നമ്മൾ അത്രയൊന്നും ഇടുന്നില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണിത്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് മസ്റ്റായിട്ടും 2 തണ്ട് കറിവേപ്പില ഇടണം കേട്ടോ. എനിക്കിവിടെ അത് കിട്ടിയിട്ടില്ല, കൊറോണ ആയതുകൊണ്ട് നാട്ടിലെ ഐറ്റംസ് ഒന്നും വിചാരിച്ച പോലെ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ കൊറോണ ആയതിനു ശേഷം ഒരു ഐറ്റത്തിലും കറിവേപ്പില ഇട്ടിട്ടില്ല. ഇപ്പോൾ ഇത് കണ്ടോ, വളരെ ലൈറ്റായിട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഉണ്ടാക്കുമ്പോഴും പിന്നീട് അത് എടുക്കുമ്പോഴൊക്കെ ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. എന്നാലും നമ്മളെ പുളിഞ്ചി ഒരുപാട് ദിവസം കേടാവാതിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഇത് വലിയ ശർക്കര ഞാൻ പീസാക്കി എടുത്തതാണ്. ഇതൊരു 6 അച്ച് ശർക്കരയുടെ അത്രയും വരും കേട്ടോ. ശർക്കരയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. കാരണം നമ്മളെ പുളിഞ്ചി സാധാരണ ഓണത്തിന് സദ്യക്ക് ഉണ്ടാക്കുന്ന പുളിയിഞ്ചി പോലെയല്ല, കുറച്ചുകൂടി മധുരം കൂടുതലായിരിക്കും. അതായത് ആ പുളിയുടെ പോലെ തന്നെ മധുരം ഉണ്ടാവും. സദ്യക്ക് ഉണ്ടാക്കുന്ന പുളിഞ്ചിക്ക് അത്ര മധുരം ഉണ്ടാവില്ല, പുളിയായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇനി ഇത് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിൽ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ശർക്കര കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ചുരണ്ടി ഇട്ട് കൊടുത്താൽ മതി. നമുക്കൊക്കെ ഈ പുളിഞ്ചി എന്ന് പറഞ്ഞാൽ വെറും നിസാരനാണ്. കാരണം ബിരിയാണിയുടെ കൂടെയാണെങ്കിലും സദ്യയിലാണെങ്കിലും ശരി, സൈഡിൽ വെറുതെ ഒരു ടച്ചിങ്സിന് വേണ്ടി വെക്കുന്ന ഒരു നിസാര ഐറ്റം. നമ്മളിതിനെ അങ്ങനെ കാണുന്നുള്ളൂ, പക്ഷേ ശരിക്കും അങ്ങനെയല്ല കേട്ടോ, ഇതൊരു സംഭവം തന്നെയാണ്. ഈ പുളിഞ്ചിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഹെൽത്ത് വൈസ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഇഞ്ചിയൊക്കെ ഒരുപാട് ഇടുന്നത് കൊണ്ട് നമുക്ക് ഗ്യാസ് ഇല്ലാതിരിക്കാനും അതേപോലെ നമ്മുടെ ദഹനം സുഗമമാക്കാനൊക്കെ ഇത് സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ രസമുകളങ്ങളെയും ഒരേപോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റമാണിത്. ഇതുപോലെ വേറൊരു ഐറ്റം ഉണ്ടോയെന്ന് അറിയില്ല, കാരണം ഇതിൽ എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, മധുരമുണ്ട്. അതുപോലെ ഇത് സദ്യയിലൊക്കെ വിളമ്പുന്നതിലും ചില മാനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വാഴയിലയുടെ ഒരു സൈഡിലായിട്ടാണ് വിളമ്പേണ്ടത്. ഇത് സത്യത്തിൽ എന്തിനാണ് സദ്യയിൽ ഉൾപ്പെടുത്തിയതെന്ന് വെച്ചാൽ, സദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് ടേസ്റ്റുകളുള്ള പല പല ഐറ്റങ്ങളല്ലേ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല. അപ്പോൾ നമ്മളൊരു പായസം കുടിക്കുകയാണെങ്കിൽ തന്നെ സദ്യയിൽ 2-3 പായസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു അടപ്രഥമം കഴിച്ചിട്ട് പിന്നെ നമുക്ക് അരിപ്പായസമാണ് കുടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. അപ്പോൾ ഈ ഒരു പുളിയിഞ്ചി ജസ്റ്റ് ഒന്ന് നാവിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഐറ്റം കഴിക്കുമ്പോൾ നമ്മളെ വായിൽ നിന്ന് കംപ്ലീറ്റ് ആദ്യത്തെ ആ ഐറ്റത്തിൻ്റെ ടേസ്റ്റ് തന്നെ പോവും. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം സദ്യയിൽ ഉൾപ്പെടുത്തിയത്.
ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇട്ട് കൊടുത്തെന്ന് കരുതിയിട്ട് മധുരം കൂടുകയൊന്നുമില്ല കേട്ടോ. പുളി നല്ല പുളി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അത് കറക്റ്റായി വരികയേ ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നാൽ അത് റെഡിയാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 3 ടേബിൾ സ്പൂണ് റേസിൻസ് ഉണക്കമുന്തിരി ഈ സ്റ്റേജിൽ വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കറക്റ്റായിട്ട് കുറുകി വരുമ്പോഴേക്കും ഈ മുന്തിരിയൊക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കുറച്ച് വെള്ളമായിട്ടിരിക്കണം, എന്നാലേ ഇത് കുറുകി വരുമ്പം കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് പാകമായി വന്നത് കണ്ടോ തണുത്തപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുളിയിഞ്ചി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെഡിയാക്കി നോക്കണം. ഇതിപ്പോൾ ഞാൻ ഈദിന് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.